എങ്കിൽ എന്ന പദം ഉപേക്ഷിക്കൂ. മത്തായി എഴുതിയ സുവിശേഷം 6:25 മുതൽ 34 വരെ. ചിന്തക്കായിട്ട് 27 വാക്യം. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? മാർക്ക് ട്വെയിൻ എന്ന ഗ്രന്ഥകാരൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: ഞാൻ വൃദ്ധനാണ്. എൻ്റെ മനസ്സിനെ അലട്ടിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങളെ എനിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഭാവിയിൽ സംഭവിക്കുമെന്ന് ഭയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവയിൽ മിക്കതും. പക്ഷേ അവ ഒന്നും ഒരിക്കലും സംഭവിച്ചിട്ടേയില്ല. നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന മിക്ക ഭയങ്ങളും സാങ്കല്പികങ്ങളാണ്. അവ ഒരിക്കലും യാഥാർത്ഥ്യങ്ങളായിരിക്കുകയില്ല. അധികം ആളുകളും തങ്ങൾ വിഭാവനം ചെയ്യുന്ന വെറും മിഥ്യയെ ഭയപ്പെടുന്നവരാണ്. എന്നാൽ ഇങ്ങനെയുള്ള സാങ്കല്പിക ഭയങ്ങൾ ജീവിതത്തിലെ സന്തോഷത്തെ കെടുത്തിക്കളയുന്നു എന്നത് നാം മറന്നുകൂടാ. ഇന്നത്തെ വേദവായനാ ഭാഗത്ത് ക്രിസ്തുനാഥൻ പറയുന്നു ഉണ്ടല്ലോ, നാളെയെക്കുറിച്ച് ആകുലപ്പെടരുത്. നാളത്തെ ദിവസം അതിനു വേണ്ടി കരുതിക്കൊള്ളുമല്ലോ. ഓരോ ദിവസവും അതത് ദിവസത്തെ ക്ലേശങ്ങൾ മതി എന്ന് അരുൾ ചെയ്തു. ഓരോ ദിവസവും യഥാർത്ഥത്തിൽ നേരിടേണ്ടതായി വരുന്ന ക്ലേശങ്ങൾക്ക് പുറമെ നാളെ സംഭവിച്ചേക്കാമെന്ന് ഭയപ്പെടുന്നതും ആയുസ്സിൽ ഒരിക്കലും സംഭവിക്കാത്തതുമായ മിഥ്യ സങ്കല്പങ്ങളെ കൊണ്ട് കൂടി നാം മനസ്സിനെ ക്ലേശിപ്പിക്കുന്നു. ദൈവഭക്തരെന്ന് അഭിമാനിക്കുന്നവർ പോലും ഇത്തരം സാങ്കല്പിക ഭയങ്ങൾക്ക് അധീനരാണ്. ഭൂതകാലത്തെ നിങ്ങൾക്ക് മാറ്റുവാൻ സാധ്യമല്ല. എന്നാൽ ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന നല്ലൊരു വർത്തമാന കാലത്തെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയും എന്ന് ഒരു ഗ്രന്ഥകാരൻ പറഞ്ഞിട്ടുള്ളത് ചിന്തനീയമാണ്. വർത്തമാനകാലത്തെ ദുരിതപൂർണമാക്കുന്നതിൽ നമുക്ക് കാര്യമായ ഒരു പങ്കുണ്ട്. നമ്മുടെ ജീവിതത്തെ നാം തന്നെ അസ്വസ്ഥമാക്കി തീർക്കുന്നു. കഴിഞ്ഞുപോയ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ പൊറുത്ത ദൈവം അവ എന്നേക്കുമായി വിസ്മരിക്കുക കൂടി ചെയ്യുന്നു എന്ന് വിശ്വസിക്കുവാൻ കഴിയാത്തതും പലരെയും അസ്വസ്ഥരാക്കാറുണ്ട്. ഒരിക്കൽ ക്ഷമിച്ചു കഴിഞ്ഞ പാപങ്ങൾ ദൈവം വീണ്ടും കുത്തിപ്പൊക്കി നമുക്കെതിരായി കുറ്റപത്രം തയ്യാറാക്കുമെന്ന് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ദൈവം ക്ഷമിക്കുന്നതോടൊപ്പം എന്നേക്കുമായി മറക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ജീവിതത്തിൻ്റെ ഭദ്രതയെക്കുറിച്ച് സംശയിക്കുന്നെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ഒരർത്ഥവുമില്ല. റിഗ്രറ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന് വെറും ഖേദമെന്ന് മാത്രമല്ല അർത്ഥം. മറിച്ചായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന ഖേദ ചിന്ത എന്നാണ് ആ പദത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം. ഇത്തരം പശ്ചാത്താപം കൊണ്ട് ആയുസ് പാഴാക്കുന്നവരല്ലേ നാം? പല മനോരോഗികളും ഭൂതകാല ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ചെയ്യേണ്ടിയിരുന്നത് ചെയ്യേണ്ടതായ സന്ദർഭത്തിൽ ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന ചിന്ത അവരുടെ മനസ്സിനെ കഠിനമായ വേദന ഉളവാക്കുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവർ സ്വയം പറയുന്നു. ഇത്തരം എങ്കിൽ ആണ് നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കാറുള്ളത്. ഇങ്ങനെയുള്ള പശ്ചാത്താപത്തിൻ്റെ ചെളിയിൽ കിടന്നുരുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ ജീവിത നിഘണ്ടുവിൽ നിന്ന് എങ്കിൽ എന്ന പദം നീക്കിയിട്ട് തൽസ്ഥാനത്ത് അടുത്ത പ്രാവശ്യം എന്ന പദം വയ്ക്കുക എന്നൊരു മനഃശാസ്ത്രജ്ഞൻ പറയുന്നു. അടുത്ത പ്രാവശ്യം ചെയ്യേണ്ടത് ചെയ്യും എന്ന ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോവുക. വന്നുപോയ തെറ്റുകളും പാളിച്ചകളും ഓർത്തുകൊണ്ട് നിഷ്ക്രിയരായിരിക്കാതെ അന്നന്ന് വേണ്ട ദൈവകൃപയ്ക്ക് വേണ്ടിയും അടുത്ത ചുവട് വയ്ക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടിയും അടുത്ത ചുവട് വയ്ക്കാനുള്ള വെളിച്ചത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. വിജയം നിങ്ങളെ നിശ്ചയമായും ആശ്ലേഷിക്കും. ഓർക്കണമേ, ചെയ്യാവുന്നതിൽ നല്ലത് ഇന്ന് ചെയ്യുക. നാളെ അതിനേക്കാൾ മെച്ചമായത് ചെയ്യാം. 91 സങ്കീർത്തനം 10 വാക്യം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനെ അടുക്കുകയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.